വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്ക്. ഞാൻ ആതിര അർച്ചന. സഹകരണ പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന ഏതൊരു ഉദ്യോഗാർത്ഥികളും കേട്ട് പരിചയമുള്ള അല്ലെങ്കിൽ പഠിക്കുന്ന സമയത്ത് ആദ്യം കേൾക്കുന്ന ഒരു വേർഡാണ് രജിസ്ട്രാർ എന്നുള്ളത്. പല പരീക്ഷകൾക്കും ഉത്തരങ്ങളായിട്ടും അതുപോലെ തന്നെ പഠിക്കേണ്ടതുമായിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ടതുമായിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ഈ രജിസ്ട്രാർ എന്ന് പറയുന്നത്. സഹകരണ സംഘത്തെക്കുറിച്ച് പഠിക്കുമ്പോൾ അതിൻ്റെ തലവനായിട്ട് നമ്മൾ പഠിക്കുന്ന ഒരാളാണ് രജിസ്ട്രാർ എന്ന് പറയുന്നത്. അപ്പോൾ ആരാണ് രജിസ്ട്രാർ, എന്തൊക്കെയാണ് രജിസ്ട്രാറുമായിട്ട് ബന്ധപ്പെട്ട് മുന്നേയുള്ള പരീക്ഷകൾക്കൊക്കെ ചോദിച്ചിട്ടുള്ളത്, ആ കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയ്ക്ക് കടക്കാം. രജിസ്ട്രാർ ഈസ് ദി ഒഫീഷ്യൽ ഹെഡ് ഓഫ് കോപ്പറേറ്റീവ് ഡിപ്പാർട്ട്മെന്റ് ഇൻ കേരള. നമ്മുടെ കോപ്പറേറ്റീവ് ഡിപ്പാർട്ട്മെന്റിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ഒഫീഷ്യൽ ഹെഡ് ആണ് രജിസ്ട്രാർ എന്ന് പറയുന്ന ഒഫീഷ്യൽ ഹെഡ് അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേറ്റീവ് ഹെഡ് എന്നൊക്കെ പറയുന്നത് രജിസ്ട്രാർ ആണ്. രജിസ്ട്രാർ ഷുഡ് ബി എ സീനിയർ IAS ഓഫീസർ. രജിസ്ട്രാർ ഒരു സീനിയർ IAS ഓഫീസർ ആണ്. അതായത് രജിസ്ട്രാറിനെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് പറയേണ്ട മറ്റൊന്നാണ് നമ്മുടെ KCS ആക്ടിലെ സെക്ഷൻ 3 എന്ന് പറയുന്നത്. സെക്ഷൻ 3 ആണ് രജിസ്ട്രാറെ കുറിച്ച് ഡീൽ ചെയ്യുന്ന സെക്ഷൻ എന്ന് പറയുന്നത്. സെക്ഷൻ 3 പ്രകാരം നമ്മൾക്ക് പഠിച്ചതാണ് ദ ഗവൺമെന്റ് appoint a person to be the registrar of cooperative societies. സെക്ഷൻ 3 പ്രകാരം KCS ആക്ടിലെ സെക്ഷൻ 3 പ്രകാരം ഗവൺമെന്റ് ആണ് രജിസ്ട്രാറെ അപ്പോയിന്റ് ചെയ്യുന്നത്. രജിസ്ട്രാർ IAS ഓഫീസർ ആവണം എന്ന് പറഞ്ഞ കമ്മിറ്റിയാണ്, എന്ന് റെക്കമെൻഡ് ചെയ്ത കമ്മിറ്റിയാണ് VL മേത്ത കമ്മിറ്റി എന്ന് പറയുന്നത്. VL മേത്ത കമ്മിറ്റിയുടെ റെക്കമെൻഡേഷൻ പ്രകാരമാണ് രജിസ്ട്രാർ മസ്റ്റ് ബി ആൻ IAS ഓഫീസർ എന്നാണ് അവരുടെ റെക്കമെൻഡേഷൻ. രജിസ്ട്രാർ ഒരു സീനിയർ IAS ഓഫീസർ ആണ്. ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഇപ്പൊ രജിസ്ട്രാറിനെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് എന്താണ്, രജിസ്ട്രാർ ഹാസ് ദ റൈറ്റ് ടു രജിസ്റ്റർ, കൺട്രോൾ ആൻഡ് ലിക്വിഡേറ്റ് ദ കോപ്പറേറ്റീവ് സൊസൈറ്റി. കോപ്പറേറ്റീവ് സൊസൈറ്റി രജിസ്റ്റർ ചെയ്യാനും കൺട്രോൾ ചെയ്യാനും അതിനെ ലിക്വിഡേറ്റ് ചെയ്യാനുള്ള അധികാരമുള്ള ആളാണ് രജിസ്ട്രാർ എന്ന് പറയുന്നത്. രജിസ്ട്രാർ ഹാസ് ദ റൈറ്റ് ടു രജിസ്റ്റർ, കൺട്രോൾ ആൻഡ് ലിക്വിഡേറ്റ് ദ കോപ്പറേറ്റീവ് സൊസൈറ്റി. രജിസ്ട്രാർ ആണ് കോപ്പറേറ്റീവ് സൊസൈറ്റീനെ സംബന്ധിച്ചിടത്തോളം ഫ്രണ്ട്, ഫിലോസഫർ ആൻഡ് ഗൈഡ് എന്നൊക്കെ അറിയപ്പെടുന്നത് രജിസ്ട്രാർ ആണ്. കോപ്പറേറ്റീവ് സൊസൈറ്റീൻ്റെ സംബന്ധിച്ചിടത്തോളം ഫ്രണ്ട്, ഫിലോസഫർ ആൻഡ് ഗൈഡ് എന്നൊക്കെ പറഞ്ഞാൽ രജിസ്ട്രാർ ആണ്. അപ്പോൾ രജിസ്ട്രാർ നമ്മൾ പറഞ്ഞു, രജിസ്ട്രാർക്കാണ് ഒരു സൊസൈറ്റി രജിസ്റ്റർ ചെയ്യാനും കൺട്രോൾ ചെയ്യാനും ലിക്വിഡേറ്റ് ചെയ്യാനൊക്കെ ഉള്ള അധികാരമുള്ളതെന്ന് പറഞ്ഞു. രജിസ്ട്രാറുടെ പോസ്റ്റ് ക്രിയേറ്റ് ചെയ്തത്, ഇതുമായിട്ട് ബന്ധപ്പെട്ട് പഠിക്കാനുള്ളതാണ്. രജിസ്ട്രാറുടെ പോസ്റ്റ് ക്രിയേറ്റ് ചെയ്തത് ഏത് ആക്ട് പ്രകാരമാണെന്ന് ചോദിക്കാറുണ്ട്. 1904 ആക്ട് പ്രകാരമാണ് രജിസ്ട്രാറുടെ പോസ്റ്റ് ക്രിയേറ്റ് ചെയ്തത്. ഇനി ആദ്യം രജിസ്ട്രാർ തന്നെയായിരുന്നു എല്ലാ കാര്യങ്ങളും ചെയ്തിരുന്ന. രജിസ്ട്രാർ എന്ന് പറഞ്ഞ് നമ്മൾ അപ്പോയിന്റ് ചെയ്യുന്ന ആ വ്യക്തിയാണ് എല്ലാ ഫങ്ഷൻസും ചെയ്തിരുന്നത്. ഇന്ന് രജിസ്ട്രാർക്ക് എന്താണ് കീഴിൽ ഒരുപാട് ഡെലഗേറ്റ് ചെയ്തിട്ടുണ്ട്, വർക്കുകളൊക്കെ ഡെലഗേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ രജിസ്ട്രാർ ഈസ് ആൾസോ നോൺ ആസ് ഫ്രണ്ട്, ഫിലോസഫർ ആൻഡ് ഗൈഡ് ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റി. ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റീനെ സംബന്ധിച്ചിടത്തോളം ഫ്രണ്ട്, ഫിലോസഫർ ആൻഡ് ഗൈഡ് എന്നൊക്കെ അറിയപ്പെടുന്നത് രജിസ്ട്രാർ ആണ്. ഇനി രജിസ്ട്രാർ ആണ് ഒരു സൊസൈറ്റിനെ അപ്പെക്സ് സൊസൈറ്റി ആയിട്ട് ഡിക്ലെയർ ചെയ്യുന്നത് രജിസ്ട്രാർ ആണ്. എ സൊസൈറ്റി ഈസ് ഡിക്ലെയർഡ് ടു ബി അപ്പെക്സ് ബൈ രജിസ്ട്രാർ. പിന്നീട് ഇഫ് ദ ചീഫ് പ്രൊമോട്ടർ ഫെയിൽസ് ടു കൺവേ ദ ഫസ്റ്റ് ജനറൽ ബോഡി ഓഫ് എ സൊസൈറ്റി വിത്തിൻ 3 months ഫ്രം ദ റേറ്റ് ഓഫ് രജിസ്ട്രേഷൻ ഇറ്റ് ഷാൾ ബി കൺവെയിൻഡ് ബൈ രജിസ്ട്രാർ. ഇത് ഒരുപാട് പരീക്ഷകൾക്ക് നിങ്ങൾ വന്ന ചോദ്യമാണ്, നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. അതായത് നമ്മൾക്കറിയാം ചീഫ് പ്രൊമോട്ടർ ആരാണ്, പ്രൊമോട്ടേഴ്സ് കമ്മിറ്റിന്ന് ഒരാളെ ചീഫ് പ്രൊമോട്ടറായിട്ട് നിയോഗിക്കും. അയാൾക്കാണ് ഫസ്റ്റ് ജനറൽ ബോഡി വിളിച്ചു ചേർക്കാനുള്ള റൈറ്റ് ഉള്ളത്. ഫസ്റ്റ് ജനറൽ ബോഡി എപ്പോഴാണ് വിളിക്കേണ്ടത്? രജിസ്ട്രേഷൻ കഴിഞ്ഞ് 3 monthsനുള്ളിലാണ് ഫസ്റ്റ് ജനറൽ ബോഡി വിളിക്കേണ്ടത്. അതിൽ ആ ജനറൽ ബോഡി വിളിച്ചു ചേർക്കാൻ ചീഫ് പ്രൊമോട്ടർ ഫെയിൽ ആയിട്ടുണ്ടെങ്കിൽ, അയാൾ വീഴ്ച പറ്റിയിട്ടുണ്ടെങ്കിൽ അവിടെ ഫസ്റ്റ് ജനറൽ ബോഡി കൺവെയിൻ ചെയ്യാനുള്ള പവർ അല്ലെങ്കിൽ റൈറ്റ് രജിസ്ട്രാർക്ക് ഉണ്ട് എന്നാണ് പറയുന്നത്. അയാൾ കൺവെയിൻ ചെയ്യാൻ ഫെയിൽ ആയിട്ടുണ്ടെങ്കിൽ അവിടെ രജിസ്ട്രാർ ആണ് ഫസ്റ്റ് ജനറൽ ബോഡി വിളിച്ചു ചേർക്കുക എന്നാണ് പറയുന്നത്. ഇനി രജിസ്ട്രാർ ഹാസ് ദ പവർ ടു സൂപ്പർസീഡ് എ മാനേജിംഗ് കമ്മിറ്റി ഓഫ് എ കോപ്പറേറ്റീവ് സൊസൈറ്റി. ഒരു മാനേജിംഗ് കമ്മിറ്റി, കോപ്പറേറ്റീവ് സൊസൈറ്റിയിലെ മാനേജിംഗ് കമ്മിറ്റീനെ സൂപ്പർസീഡ് ചെയ്യാനുള്ള വലിയ അധികാരങ്ങളൊക്കെ രജിസ്ട്രാർക്ക് ഉണ്ട് എന്നാണ് പറയുന്നത്. ഇനി രജിസ്ട്രാർ ഹാസ് ദ പവർ ടു ഇൻസ്പെക്ട് എ കോപ്പറേറ്റീവ് സൊസൈറ്റി. രജിസ്ട്രാർക്ക് എന്താണ്, ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റീനെ ഇൻസ്പെക്ട് ചെയ്യാനുള്ള പവർ ഉണ്ട്. ഓഡിറ്റ് ചെയ്യാനുള്ള പവർ ആർക്കാ? DCA ആണ്. ഓഡിറ്റിംഗ് എല്ലാ തരം സൊസൈറ്റിയിലും ഓഡിറ്റിംഗ് ചെയ്യാറാണ് ഡയറക്ടർ ഓഫ് കോപ്പറേറ്റീവ് ഓഡിറ്റ് ആണ്. പക്ഷെ ഇൻസ്പെക്ട് ചെയ്യാനുള്ള പവർ രജിസ്ട്രാർക്കും രജിസ്ട്രാറിന്റെ കീഴിലുള്ള
ഫങ്ഷണൽ രജിസ്ട്രാർമാർക്കും ഉണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ രജിസ്ട്രാറിന്റെ നമ്മൾ പറഞ്ഞു പോസ്റ്റ് ക്രിയേറ്റ് ചെയ്തത്, രജിസ്ട്രാർ എന്ന് പറഞ്ഞ പോസ്റ്റും കോപ്പറേറ്റീവ് ഡിപ്പാർട്ട്മെന്റ് ഒക്കെ ക്രിയേറ്റ് ചെയ്തത് 1904 ആക്ട് പ്രകാരമാണ്. 1912 ആക്ട് പ്രകാരമാണ് രജിസ്ട്രാറുടെ അധികാരങ്ങൾ ഡെലിഗേറ്റ് ചെയ്യപ്പെട്ടത്. അപ്പൊ രജിസ്ട്രാറുടെ ആ 2 വർഷങ്ങളും ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കേണ്ടതാണ്. രജിസ്ട്രാറുടെ അധികാരങ്ങൾ ഡെലിഗേറ്റ് ചെയ്തത് 1912 ആക്ട് പ്രകാരവും രജിസ്ട്രാറുടെ പോസ്റ്റ് ക്രിയേറ്റ് ചെയ്തത് 1904 ആക്ട് പ്രകാരവുമാണ്. എപ്പോഴും ഇതിലേതെങ്കിലും ഒന്ന് പരീക്ഷയ്ക്ക് ചോദിച്ചു കാണാറുണ്ട്. നെക്സ്റ്റ്, ദ RCS ഹാസ് ദ റൈറ്റ് ടു ഓർഡർ ആൻഡ് എൻക്വയറി റിഗാർഡിംഗ് ദ വർക്കിംഗ് ഓഫ് എ സൊസൈറ്റി. എൻക്വയറി, ഒരു സൊസൈറ്റിയുടെ വർക്കിങ്ങുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എൻക്വയറി ഓർഡർ ഒക്കെ ഇടാനുള്ള റൈറ്റ് രജിസ്ട്രാർക്കാണ് എന്നാണ് പറയുന്നത്. ദ റൈറ്റ് ടു രജിസ്റ്റർ എ കോപ്പറേറ്റീവ് സൊസൈറ്റി ലൈസ് വിത്ത് രജിസ്ട്രാർ. അതായത് ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റി രജിസ്റ്റർ ചെയ്യാനുള്ള റൈറ്റും ഒക്കെ രജിസ്ട്രാർക്കാണ്. നമ്മൾ നേരത്തെ മുന്നേ പറഞ്ഞു, രജിസ്ട്രാർ ആരായിരിക്കണം? ഒരു IAS ഓഫീസർ ആയിരിക്കണം. രജിസ്ട്രാർ IAS കേഡറിലുള്ള ഓഫീസർ ആവണം എന്ന് പറഞ്ഞ കമ്മിറ്റിയാണ് VL മേത്ത കമ്മിറ്റി. ഒരു സൊസൈറ്റി രജിസ്റ്റർ ചെയ്യാനുള്ള അധികാരം ആർക്കാണുള്ളത്? രജിസ്ട്രാർക്കാണ് ഉള്ളത്. ദ റൈറ്റ് ടു ഇഷ്യൂ ആൻ ഓർഡർ ഫോർ ദ വൈൻഡിങ് അപ്പ് ഓഫ് എ സൊസൈറ്റി ലൈസ് വിത്ത് രജിസ്ട്രാർ. അതായത് ഒരു സൊസൈറ്റി വൈൻഡ് അപ്പ് ചെയ്യുക. എന്താ വൗണ്ട് അപ്പ് എന്ന് പറഞ്ഞാൽ സൊസൈറ്റി അതിന്റെ വർക്കിംഗ് അവസാനിപ്പിക്കുക, പ്രവർത്തനം നിർത്തലാക്കുക. അതിനെ എന്താ പറയുക, വൗണ്ട് അപ്പ് ചെയ്യാനുള്ള അധികാരവും അല്ലെങ്കിൽ അതിന് ഓർഡർ ഇടാനുള്ള റൈറ്റും ആർക്കാണുള്ളത്? രജിസ്ട്രാർക്കാണ് ഉള്ളത്. പിന്നീട് മറ്റൊന്നാണ് ദ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഓഫ് ഡെപ്പോസിറ്റ് ഇൻ കോപ്പറേറ്റീവ് ബാങ്ക് ആർ ഡിസൈഡഡ് ബൈ രജിസ്ട്രാർ. അതായത് കോപ്പറേറ്റീവ് ബാങ്കിന്റെ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്, ഡെപ്പോസിറ്റിനൊക്കെ ഉള്ള റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഒക്കെ തീരുമാനിക്കാനുള്ള റൈറ്റ് ആർക്കാണുള്ളത്? രജിസ്ട്രാർക്കാണുള്ളത്. അത് പഠിക്കുമ്പോൾ അർബൻ ബാങ്കിന്റെ കാര്യം പ്രത്യേകം നോക്കണം. അർബൻ ബാങ്കിലെ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഒക്കെ തീരുമാനിക്കുന്നത് ആരാണ്? റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ്. നെക്സ്റ്റ്, അപ്ലിക്കേഷൻ ഫോർ രജിസ്ട്രേഷൻ ഓഫ് എ കോപ്പറേറ്റീവ് സൊസൈറ്റി ഈസ് ഫൈൽഡ് ബിഫോർ രജിസ്ട്രാർ. അതായത് ഒരു രജിസ്ട്രേഷനുമായിട്ട് ബന്ധപ്പെട്ട അപ്ലിക്കേഷനൊക്കെ പഠിക്കുമ്പോൾ അതിന്റെ സെക്ഷനും റൂളൊക്കെ പഠിച്ചു പോകണം. അപ്ലിക്കേഷൻ ഫോർ രജിസ്ട്രേഷൻ ഓഫ് എ കോപ്പറേറ്റീവ് സൊസൈറ്റി ഈസ് ഫൈൽഡ് ബിഫോർ രജിസ്ട്രാർ. രജിസ്ട്രാറിനാണ് അപ്ലിക്കേഷൻ കൊടുക്കേണ്ടത്. രജിസ്ട്രാർ ഹാസ് എ പവർ ടു ഇഷ്യൂ ദ ഓർഡർ ഓഫ് ക്യാൻസലേഷൻ ഓഫ് എ സൊസൈറ്റി. രജിസ്റ്റർ ചെയ്യുന്നത് പോലെ തന്നെ ഒരു സൊസൈറ്റീൻ്റെ രജിസ്ട്രേഷൻ ക്യാൻസൽ ചെയ്യാനുള്ള റൈറ്റ് രജിസ്ട്രാർക്ക് ഉണ്ട് എന്നാണ് പറയുന്നത്. അപ്പൊ ഫസ്റ്റ് രജിസ്ട്രാർ ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റി എന്ന് പറയുന്നത്, അതായത് നമ്മളുടെ ഫസ്റ്റ് രജിസ്ട്രാർ ജനറൽ ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റി ഇൻ ദ സ്റ്റേറ്റ് ഓഫ് ട്രാവൻകൂർ എന്ന് ചോദ്യം വരാറുണ്ട് പരീക്ഷയ്ക്ക്. അത് C. ഗോവിന്ദപിള്ളയാണ്. 1915. അപ്പൊ ഇപ്പത്തെ രജിസ്ട്രാർ ആരാ? ഇപ്പത്തെ രജിസ്ട്രാർ TV സുഭാഷ് IAS ആണ് ഇപ്പത്തെ രജിസ്ട്രാർ എന്ന് പറയുന്നത്. രജിസ്ട്രാർ ഹാസ് ദി പവർ ടു ഇഷ്യൂ ദ ഓർഡർ ഓഫ് ക്യാൻസലേഷൻ ഓഫ് എ സൊസൈറ്റി. സൊസൈറ്റി രജിസ്റ്റർ ചെയ്യുന്ന പോലെ തന്നെ അതിന് ക്യാൻസൽ ചെയ്യാൻ, രജിസ്ട്രേഷൻ ക്യാൻസൽ ചെയ്യാനുള്ള റൈറ്റും അല്ലെങ്കിൽ പവറും രജിസ്ട്രാർക്കാണ്. ആസ് പെർ റൂൾ 6, രജിസ്ട്രാർ ഈസ് കോമ്പിറ്റന്റ് ടു ഫ്രെയിം മോഡൽ ബൈലോ. മോഡൽ ബൈലോ പ്രിപ്പയർ ചെയ്യാനുള്ള റൈറ്റ് ആർക്കാണ്? അല്ലെങ്കിൽ മോഡൽ ബൈലോ പ്രിപ്പയർ ചെയ്യുന്നത് രജിസ്ട്രാർ ആണ്. നെക്സ്റ്റ് വൺ, ദ ചെയർമാൻ ഓഫ് സെൻട്രൽ ബോർഡ് ഓഫ് എക്സാമിനേഷൻ ഓഫ് SCU ഈസ് രജിസ്ട്രാർ. അതായത് സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയന്റെ സെൻട്രൽ ബോർഡ് ഓഫ് എക്സാമിനേഷന്റെ ചെയർമാൻ എന്ന് പറയുന്നത് രജിസ്ട്രാർ ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആണ്. രജിസ്ട്രാർ ഈസ് എംപവേർഡ് ടു റെസെന്റ് എ റെസൊല്യൂഷൻ പാസ്സാക്കാനുള്ള റൂൾ 176 അതിനെക്കുറിച്ച് പറയുന്നത്. പവറും രജിസ്ട്രാർക്കാണ് എന്നാണ് പറയുന്നത്. അപ്പൊ ഇതൊക്കെയാണ് രജിസ്ട്രാറുമായിട്ട് ബന്ധപ്പെട്ട വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ. നിങ്ങൾക്കറിയാം, നമ്മുടെ ജൂനിയർ കോപ്പറേറ്റീവ് ഇൻസ്പെക്ടർ സെപ്റ്റംബർ ടു നവംബർ മാസങ്ങളിൽ നടക്കാനിരിക്കുകയാണ്. ഇപ്പോൾ വിളിച്ച CSEBയുടെ എക്സാം നമുക്ക് ഓഗസ്റ്റ് ലാസ്റ്റോടുകൂടി പ്രതീക്ഷിക്കാം. കേരള ബാങ്കിൻ്റെയും എക്സാം ഈ വർഷം തന്നെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഈ 3 പരീക്ഷയ്ക്കും നമുക്ക് നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യേണ്ടതായിട്ടുണ്ട്. അതിന് PSC എക്സാമിന് പ്രത്യേക പാറ്റേൺ, ഇപ്പോൾ മാറി വരുന്ന ചോദ്യങ്ങളുടെ രീതികളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. CSEBക്ക് പ്രിപ്പയർ ചെയ്യുന്ന പോലെയല്ല, കുറച്ചും കൂടി ഇൻഡെപ്ത് ആയിട്ട് നമുക്ക് PSC എക്സാമിന് പ്രിപ്പയർ ചെയ്യേണ്ടതായിട്ടുണ്ട്. സ്റ്റേറ്റ്മെന്റ് രൂപത്തിലുള്ള ചോദ്യങ്ങളൊക്കെ ആൻസർ ചെയ്ത് പഠിക്കണം. അപ്പൊ എങ്ങനെയാണ് സ്റ്റേറ്റ്മെന്റ് രൂപത്തിലുള്ള ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പഠനം നടത്തേണ്ടത്, ഏതൊക്കെ രീതിയിൽ നമുക്ക് സ്റ്റേറ്റ്മെന്റ് രൂപത്തിലുള്ള ചോദ്യങ്ങളെ നേരിടാം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് ജൂൺ 11 ചൊവ്വാഴ്ച രാത്രി 9 മണിക്ക് ഒരു ഫ്രീ ലൈവ് ക്ലാസ്സുമായിട്ട് ഞാൻ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ലൈവ് ക്ലാസ്സിൽ കാണാം. സ്റ്റേറ്റ്മെന്റ് രൂപത്തിലുള്ള ചോദ്യങ്ങൾ അനായാസം നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്യാനും, അതുപോലെ തന്നെ നമ്മൾ പഠിക്കുന്നതോടൊപ്പം തന്നെ നമ്മൾ തന്നെ ക്വസ്റ്റ്യൻസ് പ്രിപ്പയർ ചെയ്ത് ശീലിച്ചുകൊണ്ട് നല്ലൊരു രീതിയിൽ ഈ ഒരു എക്സാം ഹാളിൽ എത്തുന്ന സമയത്ത്
ഈ ക്വസ്റ്റ്യൻ കാണുമ്പോൾ നമുക്കൊരു ഭയമില്ലാത്ത രീതിയിൽ ആൻസർ ചെയ്യാൻ പറ്റണം. അതിനൊക്കെ നിങ്ങളെ പ്രാപ്തരാക്കാൻ വേണ്ടി ടീം കോമ്പറ്റേറ്റീവ് ക്രാക്കറിൻ്റെ ഈ ഫ്രീ ലൈവ് ക്ലാസ്സിൽ ജോയിൻ ചെയ്യാം. അപ്പോൾ ലൈവ് ക്ലാസ്സിൽ കാണാം. താങ്ക്